പൊട്ടി. ഒരു ദുഷ്ട പിശാചമാണ്. എന്റെ മുന്നിലേക്ക് വരുന്നവരെ ഞാൻ അപകടത്തിൽപ്പെടുത്തും. നിങ്ങളെയും ഞാൻ വെറുതെ വിടില്ല. പൊട്ടിത്തിരിക്കുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ രണ്ടുപേരൊക്കെ ഒറ്റയ്ക്ക് കുടുങ്ങുന്ന സമയത്ത് നമുക്ക് ചില വഴികൾ തെറ്റാറുണ്ട്. അത് നമുക്ക് അറിയുന്ന വഴിയാണെങ്കിൽ പോലും നമുക്ക് വഴി തെറ്റിപ്പോവാറുണ്ട്. അതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട്. കാടുകളുടെ നിശബ്ദതയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പൈശാചിക രൂപമാണ് പൊട്ടി. ആ പൊട്ടി നമ്മളെ വഴി തെറ്റിച്ച് എന്തെങ്കിലും ഏടാകൂടങ്ങളിൽ കൊണ്ടിടാറാണ് പതിവ്. ഒരുപക്ഷെ മരണത്തിന് മുന്നിൽ വരെ നമ്മൾ എത്തിപ്പെടാറുണ്ടെന്ന് സാരം. മരണത്തിൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ട 4 ചെറുപ്പക്കാരുടെ കഥയാണ് എനിക്ക് കൊയിലാണ്ടിയിലെ മേപ്പാടിയിൽ നിന്ന് എൻ്റെ ഫോളോവർ എനിക്ക് പറഞ്ഞു തന്നത്. അത്തരത്തിലുള്ള ഒരു കഥ കേൾക്കാം. യാത്രകൾ വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സുഹൃത്ത് അവൻ്റെ കുറച്ച് കൂട്ടുകാരുമായി അവൻ കോഴിക്കോട് നിന്നും മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. ഒരു കാറായിരുന്നു അവർ യാത്രക്കായി തിരഞ്ഞെടുത്തത്. യാത്ര പോകുന്ന വഴിയെ തന്നെ അവരുടെ എല്ലാ കളിച്ചിരികളും തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ സുഹൃത്ത് എല്ലാവരോടും നല്ല സ്നേഹമുള്ള ഒരു സുഹൃത്തായതുകൊണ്ട് അദ്ദേഹമായിരുന്നു അന്ന് ഡ്രൈവ് ചെയ്തിരുന്നത്. വീട്ടിൽ പറയാതെയായിരുന്നു അവർ മൂന്നാറിലേക്ക് യാത്ര ചെയ്തത്. അതുകൊണ്ട് സുഹൃത്തുക്കളിൽ ഒരാളുടെ വീട്ടിൽ നിന്നും എന്തൊക്കെയോ കള്ളം പറഞ്ഞായിരുന്നു കാറ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ സൂക്ഷിച്ചായിരുന്നു മൂന്നാറിലേക്ക് പോയിരുന്നത്. പോകുന്ന വഴിയെ എല്ലാ കാഴ്ചകളും അവർ വിശദമായി തന്നെ കണ്ടു. എന്നാൽ മൂന്നാറിൽ അവരെ കാത്തിരുന്നത് ചില വിചിത്ര അനുഭവങ്ങളായിരുന്നു. ഈ കഥ എന്നോട് പറഞ്ഞു തരുമ്പോൾ പോലും അദ്ദേഹത്തിന് വളരെയധികം പേടിയുണ്ടായിരുന്നു. കാരണം അവർ അന്ന് അനുഭവിച്ചത് അവരുടെ ജീവിതത്തിൽ അവർ ഇനി ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നും രക്ഷപ്പെട്ട ഈ ചെറുപ്പക്കാർ പിന്നീട് ഒരിക്കലും യാത്ര പോയിട്ടില്ല എന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിചിത്രമായി തോന്നാം. കാരണം അവർ അനുഭവിച്ച ആ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മുറിവ് ചില്ലറയൊന്നുമായിരുന്നില്ല. അവർക്കത് ഇന്നും ഒരു വേദനയുള്ള ഒരു സുഖമായിട്ടുള്ള ഒരു നോവാണ്. അതിലുപരി അതവർക്ക് ഓർക്കാൻ പോലും പേടിയായിരുന്നു. അന്നത്തെ രാത്രി അവർ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൂന്നാറിലേക്ക് പോകുന്ന വഴി അധികം ഭാഗങ്ങളും കാടുകളാണ്. അതും ഒരു വാഹനം കടന്നു പോയാൽ പിന്നെ പുറകിലേക്ക് ഒരു വാഹനം വരാൻ മണിക്കൂറുകളുടെ ഇടവേള വേണ്ടി വരും. അതുകൊണ്ട് അവരുടെ വാഹനവും ആ കാടിനുള്ളിലൂടെ പതിയെ നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ അവർക്ക് സംഭവിച്ചത് ഒരു ഭയാനകമായ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. അന്ന് അവിടേക്ക് പോകുന്ന സമയത്ത് അവരെല്ലാവരും മുന്നേ ആ വഴി പോയിരുന്നിട്ടും അവർക്ക് അന്ന് 2-3 പ്രാവശ്യമൊക്കെ കാറിനുള്ളിൽ നിന്നും തന്നെ വഴി തെറ്റിയിരുന്നു. ഗൂഗിൾ മാപ്പ് അടിച്ചിട്ടിട്ട് പോലും അവർക്ക് വഴി തെറ്റിയിരുന്നു. എന്തൊക്കെയോ ഒരു സുഖമല്ലാത്ത അവസ്ഥ പോലെ തോന്നി. വീണ്ടും വീണ്ടും അവർ നിന്നിടത്തേക്ക് തന്നെ എത്തിച്ചേരുക, അതുപോലെ ഉൾവഴികളിലൂടെ ദീർഘസമയം യാത്ര ചെയ്യുക എന്നിങ്ങനെ അവർക്ക് സംഭവിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും അവർ കാര്യമാക്കിയതേയില്ല. അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അവർക്ക് ഒരു അപകടം സംഭവിക്കുന്നത്. അവരുടെ കാറ് തല കീഴായി മറിഞ്ഞ് അവർ 4 പേരും അപകടത്തിൽപ്പെട്ടു. എന്നാൽ ഭാഗ്യത്തിന് ഈ 4 പേർക്കും ഒന്നും സംഭവിച്ചില്ല. ഈ 4 പേരും കാറിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നതിന് ശേഷം അവർ നോക്കുമ്പോഴായിരുന്നു ഒരു കൊക്കയ്ക്കടുത്ത്, അതായത് വലിയൊരു കുഴിക്ക് മുന്നിലായിരുന്നു ആ കാറ് നിന്നിരുന്നത്. ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയിരുന്നെങ്കിൽ ഉറപ്പായും ആ 4 പേരുടെ ജീവനും അവിടെ തന്നെ നഷ്ടമാകുമായിരുന്നു. എന്നാൽ അവരന്ന് ആ ആക്സിഡന്റ് സംഭവിച്ചത് അവരുടെ കുഴപ്പം തന്നെയാണെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന കുറച്ച് സംഭവങ്ങളിൽ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. വീട്ടിൽ പറയാതെ എടുത്ത വാഹനമായതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയെങ്കിലും ഈ വണ്ടി പെട്ടെന്ന് തന്നെ ഷോറൂമിൽ എത്തിച്ച് അതിൻ്റെ പണിയെല്ലാം തീർക്കണമായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളിൽ പലരും ഗൂഗിളിൽ പല നമ്പറുകളിലേക്കും കോൾ ചെയ്തു. എന്നിട്ട് ആദ്യമായി അവർ വരാൻ പറഞ്ഞത് അടിവാരത്തിൽ നിന്നും ഒരു ജീപ്പിനെ ആയിരുന്നു. കാരണം ആ ജീപ്പ് എത്തിയതിനു ശേഷം
കൂട്ടുകാർക്ക് രണ്ടുപേർക്ക് പോയി അവിടെ നിന്നും എന്തെങ്കിലും ക്രെയിനോ മറ്റോ കൊണ്ടുവന്ന് വണ്ടിയെ ഇവിടെ നിന്നും കൊണ്ടുപോകാം എന്നായിരുന്നു അവരുടെ മനസ്സിൽ. എന്നാൽ അടിവാരത്തിൽ നിന്നും ആ ജീപ്പ് വന്നതിന് ശേഷം അതിൽ രണ്ടുപേർ ആ ക്രെയിൻ വിളിക്കാനായി അവർ മുന്നോട്ട് പോയി. പോകുന്ന പകുതി വഴി എത്തിയപ്പോൾ ഒരു ക്രെയിൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രെയിൻ നിൽക്കുന്ന ഭാഗത്തെത്തി അവിടെ നിന്നും അവർ പറഞ്ഞു, വണ്ടി കൊണ്ടുപോകാനുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ പുറകിൽ നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞ് അവർ ക്രെയിനിന് മുന്നേ ആയി പോയി. എന്നാൽ ക്രെയിനാണ് ആദ്യം അങ്ങോട്ട് എത്തേണ്ടത് എന്നതുകൊണ്ട് തന്നെ അവർ ആ ജീപ്പ് ഒന്ന് സൈഡാക്കി ആ ക്രെയിനിന് വഴി കൊടുത്തു. അല്പദൂരം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു വീണ്ടും ആ ഒരു വിചിത്രമായ കാഴ്ച കണ്ടത്. അവർക്ക് മുന്നിൽ സഞ്ചരിച്ച ക്രെയിൻ കാണാനില്ല. പുറകിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീപ്പിന് പുറകെയാണ് വീണ്ടും ക്രെയിൻ. അപ്പോഴും ഇതെന്താണ് എന്ന ഒരു ആശ്ചര്യത്തോടെ അവർ വീണ്ടും ആ ക്രെയിനിന് വഴി മാറിക്കൊടുത്തു. എന്നിട്ട് അവർക്ക് മുന്നേയായി ആ ക്രെയിൻ വീണ്ടും മുന്നോട്ട് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ വീണ്ടും ആ ക്രെയിൻ കാണാനില്ല. അപ്പോഴും പെട്ടെന്ന് അവരെല്ലാവരും കൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ആ ക്രെയിൻ അവരുടെ ബാക്കിൽ തന്നെയായിരുന്നു. എന്നാൽ പെട്ടെന്ന് അവർ സൈഡാക്കി ക്രെയിൻ ഡ്രൈവറോട്, നിങ്ങൾ മുന്നിലേക്ക് പോയിക്കോളൂ, നിങ്ങളാണ് അവിടെ ഏകദേശം എളുപ്പം എത്തേണ്ടതെന്ന് പറഞ്ഞ് വീണ്ടും അവർ ആ ക്രെയിനിന് മൂന്നാമത് വഴിയൊരുക്കി. എന്നാൽ അല്പദൂരം ചെന്നപ്പോഴും അവർ കണ്ടത് ആ ഒരു വിചിത്രമായ കാഴ്ച തന്നെയായിരുന്നു. അവരുടെ മുന്നിൽ ആ ക്രെയിൻ പോകുന്നുണ്ടായിരുന്നില്ല. ആ ക്രെയിൻ വീണ്ടും അവരുടെ പുറകിൽ തന്നെയായിരുന്നു. എന്താണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്? ഇതിനു പിന്നിൽ ഞാൻ ചെറിയൊരു ഐതിഹ്യം പറയാം. നമ്മുടെയൊക്കെ പൂർവിക കാലഘട്ടത്തിൽ പൂർവികർക്കറിയാമായിരിക്കും, നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിക്കോ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു മുത്തശ്ശി കഥയിൽ പൊട്ടി തിരിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും ഈ ഒരു കഥ കേട്ടിട്ടുണ്ട്. പൊട്ടി എന്നത് ഒരു പൈശാചിക ശക്തിയാണ്, എന്നാൽ അതൊരു അവ്യക്തമായ ശക്തിയോടെയാണ്. അതിനെ അങ്ങനെ എല്ലാവർക്കും കാണാൻ സാധിക്കില്ല. അതൊരു യക്ഷിരൂപമാണ്, അതൊരു സ്ത്രീയാണ്. മാറുമറയ്ക്കാത്ത ഒരു വിചിത്രമായ രൂപമാണ് പൊട്ടിക്കുള്ളത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പൊട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പൊട്ടി വസിക്കുന്ന കാടിനുള്ളിൽ ആരെങ്കിലും അകപ്പെട്ടു കഴിഞ്ഞാൽ ആ പൊട്ടി അവരെ വഴിതെറ്റിച്ച് ഒരു മരണത്തിലേക്ക് നയിക്കുമായിരുന്നു. പിന്നീട് അവർ മരണപ്പെട്ടതിന് ശേഷമായിരുന്നു ആ മരണപ്പെട്ടവരുടെ മാംസവും രക്തവും ആ പൊട്ടി ഭക്ഷിച്ചിരുന്നത് എന്നാണ് കഥ. എന്നാൽ നമ്മൾ ഈ കഥ കേൾക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവമെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഉണ്ടാവാതിരിക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്നവർക്കോ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർക്കോ ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാവാതിരിക്കില്ല. പ്രശസ്തനായ ഒരു മാന്ത്രികനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, കടമറ്റത്ത് കത്തനാർ. കടമറ്റത്ത് കത്തനാറെ കുറിച്ച് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ചില പ്രബന്ധങ്ങളിൽ ഒരാഴ്ചക്കാലം കടമറ്റത്ത് കത്തനാരെ പോലും പൊട്ടി തിരിച്ച് വഴിതെറ്റിച്ച് അപകടത്തിലാക്കാൻ ശ്രമിച്ചതായി ആ ഒരു ഐതിഹ്യമാലയിലെ ചില ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട പിശാചേ, എന്റെ മുന്നിൽ നിന്നും മാറിപ്പോവുക. അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തി എന്നത് സത്യമാണ് എന്നാണ് പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് മുൻധാരണയുള്ളവർ ഇത്തരത്തിലുള്ള യാത്രകൾ പോകുമ്പോൾ അവർ കയ്യിൽ ചന്ദനവും കുങ്കുമവും കരുതാറുണ്ടായിരുന്നു. കാരണം ചന്ദനവും കുങ്കുമവും പൊട്ടിക്ക് വളരെയധികം പേടിയായിരുന്നു. പോകുന്ന വഴിയിൽ കുങ്കുമം കൊണ്ട് അവർ അടയാളം രേഖപ്പെടുത്തിയായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ കുങ്കുമം കാണുന്ന ഭാഗത്തേക്കൊന്നും പൊട്ടിക്ക് വരാൻ സാധിച്ചിരുന്നില്ല. പുഴയെപ്പോലും അതിന് മാറ്റിമറിക്കാൻ കഴിവുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മരങ്ങളും അവിടെയുള്ള മലകളെയും പൊട്ടി പറയുന്നതിനനുസരിച്ച് അവ നീങ്ങിപ്പോവാറുണ്ട് എന്നും ഞാൻ ഒരു കഥ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വിചിത്രമായ ഒരു പൈശാചിക ശക്തിയാണ് ഈ പൊട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ രൂപമെന്നത് അന്ധയായ മാറുമറയ്ക്കാത്ത ശരീരം മുഴുവൻ നീളത്തിൽ മുടികളുള്ള ഒരു സ്ത്രീ രൂപമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അങ്ങനെയൊരു അവസ്ഥയായിരുന്നു എൻ്റെ ഈ ഫോളോവർക്കും അന്ന് സംഭവിച്ചത് എന്ന് അദ്ദേഹം എനിക്ക് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ എനിക്കത് മനസ്സിലായി. എന്നാൽ അദ്ദേഹത്തോട് ഞാനിത് പൊട്ടിത്തിരിച്ചതാണ് എന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. എപ്പോഴെങ്കിലും ഈ കഥ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹവും ഈ കഥ കേൾക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കട്ടെ എന്നുകൂടി ഞാൻ കരുതി.
തീർച്ചയായിട്ടും സുഹൃത്തെ, അന്ന് നിങ്ങളെ പൊട്ടിത്തിരിച്ചതാവാനാണ് സാധ്യത. ഈ പൊട്ടിത്തിരിക്കാൻ നിങ്ങൾ ആരെങ്കിലും കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഉറപ്പായും പൊട്ടി വഴി തെറ്റിപ്പിക്കുമായിരുന്നു. അതായിരുന്നു നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ പാഞ്ഞെത്തിയ ആ ക്രെയിനിന്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അന്ന് അവർ അത് മാത്രമായിരുന്നില്ല കണ്ടത്. അവർ ഈ കാഴ്ച കണ്ട സമയത്ത് അവർ വണ്ടി സൈഡാക്കിയതിന് ശേഷം അവിടെ നിന്നും തല പുകഞ്ഞ് ആലോചിച്ചു. ആ സമയത്താണ് തൊട്ടടുത്ത് ഒരു കാടിനകത്തായി ഒരു അമ്പലം കണ്ടത്. നിറയെ മണികളും നിറയെ ചിലമ്പുകളും എന്തൊക്കെയോ മരത്തിൽ കെട്ടിവെച്ചതുപോലെ ഒരു അമ്പലം. ആ അമ്പലത്തിൽ നിന്നും ഒരു സ്ത്രീ രൂപം നടന്നു നീങ്ങുന്നതായിട്ട് കണ്ടു എന്നും അവർ എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഇത്തരത്തിലുള്ള ഒരു രൂപമാണോ നിങ്ങൾ കണ്ടതെന്ന്. എന്നാൽ ആ രൂപത്തിന് ഒരു നീല കളറായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല ഭാഗങ്ങളിലായി പല രൂപത്തിലും ഈ ഒരു രൂപത്തെ അവർ കണ്ടു. പിന്നീട് അവരുടെ യാത്രയിൽ മുഴുവൻ അവരെ വഴി നിയന്ത്രിച്ചിരുന്നത് ഒരു പൊട്ടി തന്നെയായിരുന്നു. കാരണം അവരുടെ വണ്ടി ആക്സിഡൻ്റ് ആയിരുന്ന ഭാഗത്തേക്ക് അവർ എത്താൻ മണിക്കൂറുകൾ എടുത്തു. അവരെ വീണ്ടും വീണ്ടും ആ വനത്തിനുള്ളിലെ ആ പൊട്ടി വഴിതിരിക്കുകയായിരുന്നു എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് അവർ ഒരു കാഴ്ച കൂടി കണ്ടു. ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു വിരൂപയായ സ്ത്രീ ആ കാടിനുള്ളിൽ കയ്യിൽ ഒരു ദണ്ഡുമായി നടന്നു നീങ്ങുന്ന കാഴ്ച കൂടി അത്ഭുതത്തോടെ നോക്കി നിന്നു എന്നുകൂടി എന്നോട് അവർ പറഞ്ഞു. പിന്നീട് യഥാർത്ഥത്തിൽ വന്ന ക്രെയിൻ എടുത്ത് വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം വീണ്ടും അവർ ഒരിക്കൽ പോലും ഈ സ്ഥലത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. കാരണം അവർക്ക് സംഭവിച്ചത് ഇനി ജീവിതത്തിൽ ആർക്കും സംഭവിക്കരുതെന്ന ഒരു ആഗ്രഹം കൂടി അവർ എന്നോട് പറഞ്ഞു. പഴയ കാലഘട്ടത്തിൽ മാത്രമല്ല കേട്ടോ, ഈ കാലഘട്ടത്തിലും നമ്മൾ ആരെങ്കിലും തനിയെ യാത്ര ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ അവരിലോ നമ്മളിലോ ആകർഷണം തോന്നി ഈ പൊട്ടി അതിൻ്റെ വശത്തേക്ക് കൊണ്ടുപോവാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ഭീകരമായിരുന്നു പൊട്ടി എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. രൂപമില്ലാത്ത ഈ സ്ത്രീ വിരൂപയായിരുന്നു. അതിനെ എല്ലാ പുരുഷന്മാരും വെറുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഒളിഞ്ഞിരുന്ന് ഈ ഒരു പൊട്ടി അവരെ തിരിച്ച് അവളുടെ വശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നും ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് വണ്ടിയൊക്കെ സർവീസ് ചെയ്തതിന് ശേഷം വീട്ടിൽ ആരും അറിയാതെ തന്നെ ആ വണ്ടി എത്തിച്ച് പിന്നീട് ഈ കാര്യങ്ങളൊന്നും അവർ ആരോടും പറയാൻ നിന്നില്ല. പറഞ്ഞവരാരും ഈ കാര്യം വിശ്വസിച്ചതുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അതാണ് യഥാർത്ഥ അനുഭവം. അല്ലാതെ ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാനാവില്ല എന്ന് എനിക്ക് വ്യക്തമാണ്. കാരണം നമ്മൾ നേരിട്ട് അനുഭവിക്കും വരെ ഇതും കെട്ടുകഥകൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരെ കുറിച്ചുള്ള കഥകൾ നമുക്ക് ഇനിയും വീണ്ടും വീണ്ടും കേൾക്കാം.